Dear students, now we can study the next chapter, improper integrals. What's an improper integral? അതിന് നമ്മൾ ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞ ടൈപ്പ് ഇന്റഗ്രൽസിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അങ്ങനെയുള്ള ഡെഫിനിറ്റ് ഇന്റഗ്രൽ a to b f of x dx improper integral ആവണമെങ്കിൽ is called an improper integral if ഒന്നിലോ എയും ബിയും എയോ ബിയോ ഒന്ന്, അതായത് എ മൈനസ് ഇൻഫിനിറ്റി ആവണം, അല്ലെങ്കിൽ എന്ത് വേണം, ബി എന്ന് പറയണത് ഇൻഫിനിറ്റി ആവണം. മനസ്സിലായോ? ഇഫ് എ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഓർ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ ബോത്ത്, അതായത് എ മൈനസ് ഇൻഫിനിറ്റി ബി പ്ലസ് ഇൻഫിനിറ്റി ആവണം. അതായത് വൺ ഓർ ബോത്ത് integration limits is infinite or interval of integration is unbounded. എ ബി എന്ന് പറഞ്ഞ ഇന്റർവെൽ അല്ലേ ഇത് നമ്മൾ ഇന്റഗ്രൽ കൺസിഡർ ചെയ്യുന്നത്, അപ്പൊ അത് അൺബൗണ്ടഡ് ആയിരിക്കണം. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് എങ്ങനെയാവണം? ഈ എഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെ, ഇന്റഗ്രന്റ് തന്നെ അൺബൗണ്ടഡ് ആയിരിക്കണം. എഫ് എക്സ് ഈസ് unbounded at one or more points of closed interval a. ഇതിലത്തെ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ന് പറയാം. ഇനി ആദ്യത്തെ ടൈപ്പ് ഇന്റഗ്രൽ, അതായത് എയോ ബിയോ, എ മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ബി ഇൻഫിനിറ്റി, അല്ലെങ്കിൽ രണ്ടും മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആയിട്ട് വരുന്ന കേസ് ടൈപ്പ് ഇന്റഗ്രൽസിനെയാണ് എന്ത് പറയുന്നത്? ആർ ഇന്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇന്റഗ്രൽസ് ഓർ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും. ഇതിനെ എന്താണ്? ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ് ഇത്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് ഇത്, അതായത് നമ്മൾ ഇവിടെ എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ഇന്റഗ്രൽ a to b f of x dx ഈ എഫ് എക്സ് എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആയിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇന്റഗ്രൽ a to b of x dx എഫ് എക്സ് അൺബൗണ്ടഡ് ആയിട്ട് വരിക. അതിനെ എന്ത് പറയുന്നതെന്ന് വെച്ചാല് ഇന്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻസ്. ഇതിനെ പറയുന്നതാണ് ഇന്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫങ്ഷൻസ് ഓർ ഇതിനെ പറയാം ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയാം. ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയാം. ഇനി ഇന്റഗ്രൽസ് വിത്ത് both conditions 1 and 2 are called improper integrals of third kind. അതായത് ഈ ഇതിലെ ഏതെങ്കിലും ഇന്റർവെൽ ഓഫ് ഇന്റഗ്രേഷൻ എന്താണ്, പിന്നെ അൺബൗണ്ടഡ് ആവും, അതായത് എന്താണ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി അങ്ങനെ വരികയും ചെയ്യണം. പിന്നെ എന്ത് വേണം? എഫ് എക്സ് അൺബൗണ്ടഡ് ആവുകയും ചെയ്യണം. ഈ രണ്ട് കണ്ടീഷനും കൂടെ ഒന്നിച്ചു വരികയാണെങ്കിലാണ് അതിന് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് തേർഡ് കൈൻഡ്. improper integrals of third kind. അതായത് ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് തേർഡ് കൈൻഡ് എന്ന് പറയും. ഇനി നമുക്ക് കുറച്ച് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. എക്സാമ്പിൾസ് നോക്കുമ്പോൾ നോക്കിയോക്കൂ. ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇന്റഗ്രൽ 1 to infinity log x by x square dx. നോക്കൂ, ഇവിടെ ഇൻഫിനിറ്റി വന്നു. അപ്പൊ എന്താണ് അത്? ദിസ് ഈസ് ആൻ എന്താണ് ഈസ് ആൻ ഇന്റഗ്രൽ ഓവർ ആൻ അൺബൗണ്ടഡ് ഇന്റർവെൽ അല്ലേ? ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഫസ്റ്റ് കൈൻഡ് ആണ്. ഇനി ഇന്റഗ്രൽ 0 to 4 dx
ബൈ എക്സ് മൈനസ് 3 എന്ന് പറയുമ്പോൾ എന്താണ് നോക്കൂ, ഇവിടെ 3 ഉണ്ട് അല്ലേ, ഈ 0 to 3 ഉണ്ട്, അതിൽ 4 ഉണ്ട്, അതിൽ 3യില് ഈ ഇന്റഗ്രൽ എന്ത് വരും, ഇന്റഗ്രന്റ് 1/x-3 ആണ് f(x). ആ 1/x-3 എന്താ 3യില് 3 മൈനസ് 1/3-3 വരും, 1/0 വരും അല്ലേ. 1/0 എന്ന് വെച്ചാൽ അൺബൗണ്ടഡ് അല്ലേ. അപ്പൊ എന്താണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് unbounded function or improper integral of second kind. ഇനി അടുത്തത് integral 0 to infinity e raised to minus x by x minus 2 dx. ഇങ്ങനെ എടുത്താൽ നോക്കൂ, ഈ ഇവിടെ ഇൻഫിനിറ്റി വന്നിട്ടുണ്ട്, അപ്പം ഫസ്റ്റ് കൈൻഡ് ആയി. പിന്നെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റിയിൽ 2 എത്തുമ്പോൾ തന്നെ ഇത് ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആയിരിക്കും, മനസ്സിലായോ. അപ്പൊ അൺബൗണ്ടഡ് ഫംഗ്ഷൻ ഓവർ അൺബൗണ്ടഡ് ഇന്റഗ്രൽ വരും അല്ലെ, അൺബൗണ്ടഡ് ഫംഗ്ഷൻ ഓവർ അൺബൗണ്ടഡ് ഇന്റഗ്രൽ വരും. നാലാമത് ഇന്റഗ്രൽ 0 to 1 sin x by x എന്ന് പറഞ്ഞാൽ സാധാരണ പ്രോപ്പർ ഇന്റഗ്രൽ ആണ് അല്ലെ, പ്രോപ്പർ ഇന്റഗ്രൽ ആണ്. കാരണം എന്താണ്, ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x എന്താണ് 1 ആണ് അല്ലെ, ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന അർത്ഥം. ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x 1 ആണ്. അപ്പൊ നമുക്ക് ഈ എല്ലാ ടൈപ്പ് ഇന്റഗ്രലിലേക്കും നമ്മൾക്ക് ഇപ്പോൾ പരിചിതമായി. ഇനി നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഇന്റഗ്രൽ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇന്റഗ്രൽസ് ഓവർ അൺബൗണ്ടഡ് ഇന്റർവെൽസ്. അപ്പൊ നമ്മൾ നോക്കിക്കോളൂ കേട്ടോ. അതായത് ഇന്റഗ്രൽ a to infinity f of x dx. നോക്കൂ, എന്താണ് ഇന്റർവെല്ല് അൺബൗണ്ടഡ് ആണ് അല്ലെ, ഇവിടെ ഇൻഫിനിറ്റി ഒന്നും. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതണം, ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ a to b f of x dx എന്ന് എഴുതണം, മനസ്സിലായോ. ഇന്റഗ്രൽ a to infinity f of x dx നെ നമ്മൾ ഇങ്ങനെ എഴുതണം, എന്താണ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ a to b f of x dx. ഈ അപ്പൊ റൈറ്റ് സൈഡിൽ കിട്ടുന്ന നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, പിന്നെ നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്, മനസ്സിലായോ. ഇഫ് ദ ലിമിറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് എക്സിസ്റ്റ് ചെയ്യണം, ആ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഈ ലിമിറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ. ഈസ് ഫൈനൈറ്റ്, വി സേ ദാറ്റ് ദ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവെർജസ് ആൻഡ് ദ ലിമിറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ. നോക്കൂ, എന്താണ് ഈ ലിമിറ്റ്, അതായത് റൈറ്റ് സൈഡിലെ ലിമിറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ, റൈറ്റ് സൈഡിലെ ലിമിറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ we say that improper finite ആവുകയാണെങ്കിൽ we say that improper integral converges and the limit എവിടെ converges to the value of the integral. എവിടേക്കാ കൺവെർജ് ചെയ്യുക, ഈ ഇന്റഗ്രലിന്റെ വാല്യൂയിലോട്ട് കൺവെർജ് ചെയ്യും. ഇഫ് ദ ലിമിറ്റ് ഫെയിൽസ് ടു എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഈ ലിമിറ്റ് ഇതിവിടെ ലിമിറ്റ് ആണല്ലോ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഡൈവർജസ് എന്ന് പറയാം, മനസ്സിലായോ. അപ്പൊ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവെർജസ് എന്ന് പറയാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഇവിടെ വേണമെങ്കിൽ എഴുതാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ എന്ത് പറയും നമുക്ക്, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഡൈവർജസ് എന്ന് പറയും. ഓക്കെ, ഇനി തിരിച്ച് ഇങ്ങനെ ആയാലും അത് തന്നെയാണ്, എന്താണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എന്താ അറിയാം, ലിമിറ്റ് a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ a ടു b f of x dx എന്ന് എഴുതാം. ഇതേപോലെ തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ എന്ത് പറയും, ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവെർജസ് എന്ന് പറയാം. ആ കൺവെർജ് ചെയ്യുന്ന ലിമിറ്റിനെ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ എന്ന് പറയാം. ആൻഡ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഡൈവർജസ് എന്ന് പറയാം.
ഇനി if f is integrable on closed interval ab for all a less than b. f integrable on closed interval ab for a less than b ആണെങ്കിൽ, f integrable ആണെങ്കിൽ, closed interval ab യിൽ integrable ആണ് where a less than b ആണെങ്കിൽ, we define integral minus infinity to infinity f. f integrable ആണോ നോക്കണം കേട്ടോ. integral a to b, integral minus infinity to infinity f of x dx നെ integral minus infinity to 0 f of x dx എന്നും plus integral 0 to infinity f of x dx എന്ന് എഴുതുക. എന്നിട്ട് ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഇന്റഗ്രലും കൺവെർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് രണ്ടും കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഇന്റഗ്രലും കൺവെർജ് ചെയ്യും. ഇത് ഏതെങ്കിലും ഒന്ന് ഡൈവർജ് ചെയ്യുകയാണെങ്കിൽ പോയി, ഇതും ഡൈവർജ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ evaluate integral 1 to infinity log x by x square dx. അപ്പോൾ അത് മനസ്സിലായില്ലേ, നമുക്ക് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണെന്ന് മനസ്സിലായി, കാരണം ഇവിടെ ഇൻഫിനിറ്റി വന്നു. അപ്പോൾ നമുക്ക് അല്ലേ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ എന്താണ്? ലോഗ് 1 ബൈ എക്സ് 1 സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യും. ലോഗ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരുന്നുണ്ട് ഇവിടെ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ വരുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയറിനെ നമ്മൾ എന്ത് എഴുതണം? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 ടു ബി log x by x square dx എന്ന് എഴുതാം. ഓക്കെ, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 ടു ബി log x by x square dx എന്ന് എഴുതാം. എന്നിട്ട് ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ലാസ്റ്റിൽ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എങ്ങനെയാണ്? നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, അത് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എഴുതാം ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആക്കി എടുക്കുക. ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ എന്താണ്? അതായത് ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു മൈനസ് 2 എന്താണ്? എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 മൈനസ് ഇന്റഗ്രൽ ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. ഇതെന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എന്താ? 1 ബൈ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇവിടെ കിട്ടി നമുക്ക് അല്ലെ, എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 ബൈ എക്സ് അല്ലെ, മൈനസ് 1 ബൈ എക്സ് ഡി എക്സ് 1 ടു ബി. ഇവിടെയും നമുക്ക് പിന്നെ ഇവിടെയും നമുക്ക് കൊടുക്കണം എന്ത്? ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ 1 ടു ബി കൊടുക്കണം. That is equal to limit b tends to infinity ഇനി ഇവിടെ എന്താണ്? b കൊടുക്കുമ്പോൾ എന്താ വരിക? ആദ്യം ഇത് ലോഗ് ബി ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 എന്ന് വെച്ചാൽ മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 അല്ലേ. അപ്പോൾ ലോഗ് ബി ബൈ ബി. ഇനി 1 കൊടുക്കുമ്പോൾ എന്താ വരും? ലോഗ് 1 വരും, 0 വരും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും, ഇന്റഗ്രൽ 1 ടു ബി 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ലോഗ് ബി ബൈ ബി പ്ലസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ബൈ അല്ലേ, മൈനസ് 2 പ്ലസ് 1 ബൈ മൈനസ് 2 പ്ലസ് 1 അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 ടു ബി കൊടുക്കുക. അപ്പൊ എന്താ വരിക? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബി ബൈ ബി മൈനസ്
പ്ലസ് ബി കൊടുക്കുക ആദ്യം. ബി കൊടുക്കുമ്പോൾ എന്താ വരിക? മൈനസ് 1/b മൈനസ് ഓഫ് മൈനസ് പ്ലസ് മൈനസ് സോറി മൈനസ് 1/b മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 അല്ലേ? അപ്പൊ എന്താ വരിക? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി വേണം. അപ്പം ആദ്യം നമുക്ക് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ലോഗ് ബി ബൈ ബി. അത് മൈനസ് ഓഫ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബി ബൈ ബി വരും. അടുത്തത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1/b എന്താണ്? 0 വരും. അടുത്ത് പ്ലസ് 1. ഇതെന്താ വരിക? മൈനസ്, അതായത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, ലോഗ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ലോഗ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ലിമിറ്റ് ചെയ്യുമ്പോൾ 1/b ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ലോഗ് ബിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/bയും ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1ഉം വരും. എന്താണ്? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി plus 1, that is minus 1. b tends to infinity ആകുമ്പോൾ 0 വരും അല്ലേ? 1/infinity 0 വരും. 0 plus 1 വരും. അപ്പൊ ആൻസർ 1 വരും. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ടെസ്റ്റ് ഫോർ, ഇതുപോലെ ടെസ്റ്റ് ഫോർ the convergence of integral minus infinity to infinity dx by 1 plus x square dx. Sorry, 1 plus x square. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഉണ്ട്, ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 dx by 1 plus x square plus integral 0 to infinity dx by 1 plus x square എന്ന് വരും. That is equal to limit a tends to minus infinity integral a to 0 dx by 1 plus x square plus limit b tends to infinity 0 to b integral 0 to b dx by 1 plus x square. സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്. That is equal to limit a tends to minus infinity 1 by 1 plus x square എന്താണ്? tan inverse x ആണ്. ലിമിറ്റ് കൊടുക്കുക a to 0 എന്നുള്ളത് ഇവിടെ. അതുപോലെ 1 by 1 plus x square tan inverse x ആണ്. ലിമിറ്റ് ഉണ്ട് ഇവിടെ, ലിമിറ്റ് b tends to infinity ഇന്റഗ്രൽ 0 to, ഇവിടെ ലിമിറ്റ് 0 to b ആണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് a tends to minus infinity, ഇവിടെ എന്താ വരിക? tan inverse 0 മൈനസ് tan inverse a എന്ന് വരും, പ്ലസ് ലിമിറ്റ് b tends to infinity tan inverse b മൈനസ് tan inverse 0. tan inverse 0 0 ആണ്. അപ്പൊ ലിമിറ്റ് a tends to minus infinity എന്ത് വരും? മൈനസ് tan inverse a. മൈനസ് പുറത്തോട്ട് എടുത്തു ഞാൻ, tan inverse a എഴുതി. അതുപോലെ ഇവിടെ പ്ലസ് ലിമിറ്റ് b tends to infinity tan inverse b എന്ന് വരും. ഓക്കെ, അപ്പം that is equal to minus tan inverse limit a tends to minus infinity tan inverse minus infinity വരും. tan inverse minus infinity എന്ന് പറയുന്നത് -π/2 ആണ്, പ്ലസ് tan inverse b എന്ന് പറയുന്നത് π/2 ആണ്. ഓക്കെ, അപ്പൊ എന്താ വരിക? π/2 പ്ലസ് π/2 ആൻസർ π വരും. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ഇന്റഗ്രൽസും ഫൈനൈറ്റ് ആയതുകൊണ്ട് എന്ത് പറയാം? the improper integral is convergent. Therefore the improper
integral is convergent and has value 5. Okay. ഇനി ഇപ്പൊ കൺവെർജന്റിന്റെയാണ് നമ്മൾ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഡൈവർജന്റിന്റെ ചെയ്ത് നോക്കാം ഒരു ക്വസ്റ്റ്യൻ. Third problem, show that integral minus infinity to plus infinity 2x by 1 plus x square dx diverges. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അതിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എന്നുള്ള ഇൻ്റഗ്രൽ ആണ്, അൺബൗണ്ടഡ് ഇൻ്റഗ്രൽ ആണ്. എന്തായാലും അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 2x by 1 plus x square dx equal to integral minus infinity to 0 2x by 1 plus x square dx plus integral 0 to infinity 2x by 1 plus x square dx എന്ന് എഴുതുക. എന്നിട്ട് ലിമിറ്റ് a tends to minus infinity integral a to 0 2x by 1 plus x square dx plus limit b tends to infinity integral 0 to b 2x by 1 plus x square dx എഴുതുക. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് a tends to infinity. നോക്കൂ, ഇവിടെ ഉള്ളതിൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ, ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ എഴുതാം? ഇൻ്റഗ്രൽ എന്താണ്? 2x by 1 plus x square എന്ന് പറയുന്നത് ലോഗ് 1 plus x square ആണ്. ലിമിറ്റ് കൊടുക്കുക a to 0. അതുപോലെ ലിമിറ്റ് b tends to infinity, ഇവിടെ അതെ എന്താണ്? ലോഗ് 1 plus x square ആണ്. അതിൻ്റെ ലിമിറ്റ് കൊടുക്കുക 0 to b എന്ന് പറഞ്ഞിട്ട് അല്ലേ. That is equal to limit a tends to infinity log 1 minus log 1 plus a square plus limit b tends to infinity log 1 plus b square minus log 1. അതായത് log 1 0 വരും. അപ്പോൾ പിന്നെന്താ വരിക? ഇൻഫിനിറ്റി വരും അല്ലേ. ലോഗ് 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് വരില്ലേ, എക്ക് ഇൻഫിനിറ്റി ആകുമ്പോൾ. അപ്പോൾ ഇൻഫിനിറ്റി ആണ് ആൻസർ വരിക അല്ലേ. അതുകൊണ്ട് എന്താണ്? therefore both the limits do not exist. therefore എന്ത് പറയാം നമുക്ക്? since limit on the RHS does not exist, the improper integral diverges എന്ന് പറയാം. improper integral diverges എന്ന് പറയാം. ഓക്കെ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 to infinity e raised to minus tx dx where t is a constant converges if t greater than 0 and diverges if t less than or equal to 0. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാട്ടോ അത്. അതായത് നമുക്ക് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ 0 to infinity e raised to minus tx dx അല്ലേ, ഈക്വൽ ടു എന്താണ്? ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം ലിമിറ്റ് b tends to infinity അല്ലേ, ഫസ്റ്റ് കൈൻഡ്. ഈ ഇൻ്റഗ്രൽ 0 to b e raised to minus tx dx എന്ന് എഴുതി. ഓക്കെ. e raised to minus tx dx എന്ന് എഴുതി. That is equal to limit b tends to infinity e raised to minus tx നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus tx by minus t എന്ന് വരും, 0 to b എന്ന് വരും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് b tends to infinity e raised to minus എന്താണ്
എക്സിന് വാല്യൂ കൊടുക്കുക. എക്സിന് വാല്യൂ കൊടുക്കുക മൈനസ്, ഒരു മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇ റേസ് ടു മൈനസ് ടി ബി ബൈ മൈനസ് ടി മൈനസ് ഇ റേസ് ടു 0 ആകുമ്പോൾ 1 ബൈ മൈനസ് ടി എന്ന് വരും. ഓക്കെ, അപ്പൊ എന്താ വരിക? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഉണ്ട്. അപ്പൊ 1 ബൈ ടി പുറത്തോട്ട് എടുക്കാം നമുക്ക്. മൈനസ് മൈനസ് പ്ലസ് 1 ബൈ ടി പുറത്തോട്ട് എടുത്താൽ ഇൻറ്റു 1 മൈനസ് 1 ബൈ ടി പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ലിമിറ്റ്, ഇങ്ങനെ എഴുതാം, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് എഴുതാം. ഓക്കെ, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി നമുക്കറിയാം ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ബി ടി എന്നൊരിതുണ്ടെങ്കിൽ 0 ആവും ഇഫ് ടി ഗ്രേറ്റർ ദാൻ 0. അതായത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ടി ഗ്രേറ്റർ ദാൻ 0 ആണ് വെച്ചാൽ എന്താണ്? മൈനസ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും അല്ലെ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താണ്? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് ടി ലെസ് ദാൻ 0. ടി ലെസ് ദാൻ 0 ആകുമ്പോൾ ഇതൊരു പോസിറ്റീവ് ആവും. അപ്പോൾ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റി വരും. അപ്പോൾ അത് ഇൻഫിനിറ്റി എന്ന് വരും. അപ്പം നമുക്ക് വീണ്ടും എഴുതാം. therefore എന്ത് പറയാം നമുക്ക്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് converges if t greater than 0 and diverges if t less than 0 എന്നായി. മനസ്സിലായോ? t greater than 0 ആണെങ്കിൽ കൺവെർജ് ചെയ്യും, ഈക്വൽ ഇത് 0 ആവും. ഇത് 0 ആയി കഴിഞ്ഞാൽ 1 ബൈ ടി ഇൻറ്റു 1 വരും അല്ലേ. അപ്പൊ ഇത് അപ്പൊ ഈ ഇന്റഗ്രല് കൺവെർജ് ചെയ്യും. ആൻഡ് ടി ലെസ് ദാൻ 0 ഇത് ഇൻഫിനിറ്റിയെ വരിക. ഈ വാല്യൂ ഇൻഫിനിറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഡൈവേർജ് ചെയ്യല്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഒന്നുകൂടെ. Therefore, when t equal to 0, integral 0 to infinity e raised to minus 0 t 0 ആവുമ്പോൾ t 0 ആവുമ്പോൾ 0x എന്ന് വരും അല്ലേ, dx എന്ന് വരും. അതായത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 0x എന്ന് പറയുന്നത് 1 ആണ്, 1 dx എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 ടു ബി dx എന്ന് എഴുതാം. അതിനെ നമുക്ക് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1 എഴുതി കഴിഞ്ഞാൽ എക്സ് എന്ന് എഴുതാം. എക്സിനെ 0 ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി മൈനസ് 0 എന്ന് വരും. അതായത് ഇവിടെ ഇൻഫിനിറ്റി എന്ന് വരും. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് കൺവെർജസ് if t greater than 0 and diverges if t less than or equal to 0 എന്ന് പറയാം. മനസ്സിലായോ? converges if t greater than 0 and diverges if t less than or equal to 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. show that integral a to infinity 1 by x raised to p dx where p is a constant and a greater than 0 converges if p greater than 1 and diverges if p less than or equal to 1. ഇത് ചെയ്യും. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്റഗ്രൽ a to infinity 1 by x raised to p dx equal to
limit b tends to infinity. നമുക്കത് എഴുതാം. improper integral ഫസ്റ്റ് കൈൻഡ് 1 by x raised to p 0 to a to b ആണ് കേട്ടോ. 1 by x raised to p dx എന്ന് എഴുതാം. That is equal to limit b tends to infinity. Integrate ചെയ്യുക x raised to minus p plus 1 അല്ലേ by minus p plus 1 ആണ് a to b ചെയ്യുക. അപ്പോൾ that is equal to limit b tends to infinity. Limit b tends to infinity. b കൊടുക്കുക ആദ്യം x ന്. അപ്പോൾ b raised to minus p plus 1 എന്ന് പറഞ്ഞാൽ 1 minus p അല്ലേ 1 minus p. b raised to 1 minus p minus a raised to 1 minus p by 1 minus p എന്ന് വരും. Limit b tends to infinity. That is equal to b tends to infinity ആണ് കേട്ടോ. Limit b tends to infinity. അപ്പോൾ 1 by 1 minus p പുറത്തോട്ട് എടുക്കാം. b അല്ലേ ടെൻഡ് ചെയ്യുന്നുള്ളൂ ഇൻഫിനിറ്റിയിലോട്ട്. Limit b tends to infinity. b raised to 1 minus p minus a raised to 1 minus p എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. Limit b tends to infinity. b raised to 1 minus p. 1 minus p. b tends to infinity. b raised to 1 minus p equal to 0 if p greater than 1. p greater than 1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് b raised to ഒരു നെഗറ്റീവ് വരും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ 1 by b raised to 1 by b സ്ക്വയർ ആ ഫോമിൽ വരും അല്ലേ. 1 by b raised to സംതിങ് b raised to m എന്നുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ b tends to infinity ആകുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരുമ്പോൾ ഇത് 0 വരും. ഓക്കെ, ഇനി p ലെസ് ദാൻ 1 ആകുമ്പോൾ എന്താ വരിക? ഇവിടെ പോസിറ്റീവ് ക്വാണ്ടിറ്റി വരും. b tends to infinity എന്ന് പറയുമ്പോൾ b raised to some പോസിറ്റീവ് ക്വാണ്ടിറ്റി ആകുമ്പോൾ ഇൻഫിനിറ്റി വരും if p ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രൽ എങ്ങനെയാന്ന് പറയാം? ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്ന എപ്പോഴാന്ന് പറയാം? p ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ കൺവെർജ് ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുമെന്ന് പറയാം. അപ്പം നമുക്ക് എഴുതാം therefore integral a to infinity 1 by x raised to p dx is convergent if p greater than 1 and divergent if p less than 1. ഇനി when p equal to 1 വരുമ്പോൾ integral a to infinity 1 by x raised to p dx equal to limit b tends to infinity integral a to b 1 by x dx എന്ന് വരും. That is equal to limit b tends to infinity log b minus log a. That is equal to infinity എന്ന് വരും. അപ്പം എന്ത് പറയാം? നമുക്ക് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് പറയാം therefore integral a to infinity 1 by x raised to p dx converges if p greater than 1 and diverges if p less than or equal to 1 എന്ന് പറയും കേട്ടോ. ഇതൊക്കെ പഠിക്കുക. ഇത് രണ്ടും ഈ രണ്ട് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിക്കുക കേട്ടോ.